ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൻസീസ് വേൾഡ്. ഞാനിന്ന് വന്നിരിക്കുന്നത് മധുരപ്രേമികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന പേടയുടെ റെസിപ്പി ആയിട്ടാണ്. അത് വെറും പേട അല്ല കേട്ടോ, മാമ്പഴ പേടയാണ്, അതായത് മാംഗോ പേട. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. മാംഗോ പേട ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു മാങ്ങയാണ്, നല്ല പഴുത്തിട്ടുള്ള ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ഏകദേശം ഒരു ഗ്ലാസിൻ്റെ അടുത്തായിട്ട് വരും, ഒരു 3/4 ഗ്ലാസോളം ഉണ്ടായിരിക്കും. അതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ എടുക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് ജ്യൂസ് ആക്കിയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഒരു കപ്പിന് 1/4 കപ്പ് പാല്, അതാണ് അതിൻ്റെ ഒരു അളവ് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഞാനത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തിട്ട് നല്ല അടി കട്ടിയുള്ള ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണ് നെയ്യ്, നല്ല നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഗീ ഒന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് വരട്ടെ. നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു മാങ്ങയും അതുപോലെ തന്നെ പാലും കൂടെ ഉള്ള ആ ഒരു ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇത് വെക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇതന്നെ അത്യാവശ്യം നല്ല മധുരമുണ്ട് ഈ ഒരു 1/4 കപ്പിൽ തന്നെ. ഇനി നമുക്ക് ഈ ഷുഗർ ഒന്ന് മെൽറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒരു 1-2 മിനിറ്റോളം നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ട്, എന്നിട്ട് അതിലേക്ക് ഏകദേശം ഒരു 3/4 കപ്പോളം നമ്മുടെ മിൽക്ക് പൗഡർ, അതായത് പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എത്രയാണോ മാങ്ങ എടുക്കുന്നത് സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് പാൽപ്പൊടി ആഡ് ചെയ്യേണ്ടത്. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് കാഷ്യൂ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. കാഷ്യൂ നന്നായിട്ട് പൊടിച്ചിട്ടുള്ളതാണിത്. അതൊരു 1/4 കപ്പ് ആഡ് ചെയ്യാം. ഇനി നിങ്ങളുടെ കയ്യിൽ കാഷ്യൂ ഇല്ലെങ്കിൽ സെയിം ക്വാണ്ടിറ്റി നമ്മുടെ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു 1/4 കപ്പ് കൂടി പാൽപ്പൊടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കട്ടകളൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണിത് വെച്ചിരിക്കുന്നത് കേട്ടോ. കട്ടകളൊക്കെ ഉടച്ച് നന്നായിട്ട് മിക്സ് തന്നെ ചെയ്യണം. കൈ വിടാതെ നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് ഒട്ടിപ്പിടിക്കുന്നുണ്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നെയ്യ് നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ആഡ് ചെയ്യണം. ഞാനിവിടെ ഷുഗറും കൂടി കൂട്ടി പൊടിച്ചിട്ടുള്ള ഏലക്കാപ്പൊടിയാണ്. അതൊരു 1/4 ടീസ്പൂണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ അടുത്ത് നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോഴേക്കും ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇതുപോലെ ആവണം കേട്ടോ. ഇതിങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പം പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരണം. പാത്രത്തിൽ ഒട്ടി പിടിക്കാതെ വിട്ട് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവെന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ അടുത്താവുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇതിൽ കിട്ടുക. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റാം. നമ്മുടെ ഈ ഒരു പേടയുടെ ഷേപ്പിലാക്കിയിട്ട് മാറ്റാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. പെട്ടെന്ന് തന്നെ കഴിയും. 10 മിനിറ്റിൻ്റെ പണിയുള്ളൂ. അപ്പോൾ മധുരം നല്ല ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. ഇപ്പോൾ ഏകദേശം തണുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതുപോലെ നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടി നല്ല ബോളായിട്ട് മാറ്റാം. ഇപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നമ്മളിത് ഉണ്ടാക്കാനായിട്ട് നല്ല പഴുത്ത കളർഫുൾ ആയിട്ടുള്ള മാങ്ങ എടുക്കണം കേട്ടോ. എന്നാൽ നല്ല കളർ കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളെ കുറച്ച് വാം മിൽക്കിൽ നമ്മുടെ സാഫ്രോൺ ഇല്ലേ,
കുങ്കുമപ്പൂവ് അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഫസ്റ്റ് നമ്മുടെ ആ ഒരു പാല് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് എന്തെങ്കിലും കാഷ്യോ അല്ലെങ്കിൽ പിസ്ത ബദാമോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.